പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. പെന്തിക്കോസ്തിക്ക് ശേഷം 5-ാം ഞായർ ഇന്ന് തിരുസഭ കുടുംബദിനമായി കൊണ്ടാടുന്നു. സ്വഭാവത്താലെ തീർത്ഥാടകയായ തിരുസഭ സത്യവിശ്വാസത്തിൽ നമ്മെ ഉറപ്പിച്ച പുണ്യദാതനായ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഈവാനിയോസ് തിരുമേനിയുടെ കബറിടത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്ന ദിനങ്ങൾ. ജൂലൈ 3 മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പാരമ്പര്യം പേറുന്ന തിരുസഭ ദുക്രോനോ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന വിചിന്തനം യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അപ്പോസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബേത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ട് പോയി. ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവീൻ. അവർ അങ്ങനെ ചെയ്തു. എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ. യാത്രാ നിർദ്ദേശങ്ങൾ നൽകി ദൈവരാജ്യ പ്രഘോഷണ ദൗത്യവുമായി യേശു തെരഞ്ഞെടുത്ത് അയച്ച 12 അപ്പോസ്തോലന്മാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിക്കുന്നു. അപ്പോസ്തലന്മാരെ കൂട്ടി യേശു ഗലീലി കടലിന് 3 കിലോമീറ്റർ വടക്ക് ജോർദാന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പട്ടണമായ ബേത്സയിദയിലേക്ക് പോയി. ബേത്സയിദ എന്ന വാക്കിൻ്റെ അർത്ഥം മീൻപിടുത്തത്തിൻ്റെ ഭവനം എന്നാണ്. യേശു ശിഷ്യന്മാരായ പത്രോസ്, അന്ത്രയോസ്, ഫിലിപ്പോസ് എന്നിവരുടെ പട്ടണം. ബേത്സയിദയിൽ വെച്ചാണ് യേശു ഒരന്ധനെ സുഖപ്പെടുത്തിയത്. പലപ്പോഴും ബേത്സയിദ പട്ടണത്തിൽ വരികയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത യേശു മാനസാന്തരപ്പെടാത്ത ബേത്സയിദയെ ശാസിക്കുന്നുണ്ട്. ചരിത്രകാരനായ ജോസേഫൂസ് പറയുന്നത്, ടെട്രാർക്കായ ഫിലിപ്പാണ് അഗസ്റ്റസ് സീസറിൻ്റെ മകളായ ജൂലിയാസിൻ്റെ പേര് ഈ പട്ടണത്തിന് നൽകിയത് എന്നാണ്. ഇന്നത്തെ കീർബത്ത് എൽ അരാജിൻ്റെ ആസ്ഥാനത്താണ് പുരാതന മത്സ്യബന്ധന കേന്ദ്രമായ ഈ പട്ടണം സ്ഥിതി ചെയ്തിരുന്നത്. 4 സുവിശേഷങ്ങളിലും വിവരിക്കുന്ന അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ അത്ഭുതം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം തിരുവചനമനുസരിച്ച് ബേത്സയിദായ്ക്ക് മറുകരയുള്ള വിജന പ്രദേശത്ത് വെച്ചാണ് നടന്നത്.
എന്നാൽ ലൂക്കായുടെ വിവരണമനുസരിച്ച് ബേത്സയിദായിൽ വെച്ച് തന്നെയാണ് അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതം യേശു പ്രവർത്തിച്ചത്. യേശു ഒരു വിജനപ്രദേശത്ത് ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. യേശു പട്ടണത്തിലുണ്ടെന്നറിഞ്ഞ് ധാരാളം ജനങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ചെന്നു. തന്നെ അന്വേഷിച്ചവരെ യേശു സ്വീകരിച്ചു. ദൈവവചനവും അപ്പവും അവർക്ക് നൽകി. അവരുടെ മനസ്സിനെയും ശരീരത്തെയും സുഖപ്പെടുത്തി. പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോഴും ജനം വിജനപ്രദേശം വിട്ടുപോകാതെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് യേശുവിൻ്റെ വചനങ്ങൾക്ക് കാതോർത്തിരുന്നു. പകൽ അസ്തമിക്കുന്നതും ഇരുട്ട് വ്യാപിക്കുന്നതും കണ്ട് 12 ശിഷ്യന്മാരും യേശുവിനെ സമീപിച്ച് പറഞ്ഞു, നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. 12 പേര് ഒന്നു ചേർന്ന് യേശുവിനോട് ആവശ്യപ്പെടുകയാണ്. ലോകത്തിൻ്റെ പ്രകാശമായവൻ, സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, തന്നെ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവൻ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവീൻ. യേശുവിന് ചുറ്റും ദൈവവചനം കേൾക്കുവാൻ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ട് ആശ്ചര്യപ്പെട്ട ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണം. നിസ്സഹായരായി നിൽക്കുന്ന ശിഷ്യന്മാരെ കണ്ട് യേശു പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവീൻ. 2 മത്സ്യം 2 ഏകതയെ സൂചിപ്പിക്കുന്നു. മത്സ്യം ആദിമ ക്രിസ്ത്യാനികളുടെ പ്രതീകമാണ്. സഭ ക്രിസ്തുവിനെ പോലെ ഏകമാണ്. യഹൂദ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിൽ വിവാഹത്തിൻ്റെ ഏകത ഏറെ പ്രശംസനീയമാണ്. എഫേസുസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ, ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഒരു ശരീരവും ഒരു ആത്മാവും ഉള്ളവരാണ്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. തിരുസഭ ക്രിസ്തു ശരീരവും ക്രിസ്തുവിൻ്റെ മണവാട്ടിയുമാണ്. 2 മത്സ്യം എന്നത് യാദൃച്ഛികമായ ഒരു സംഖ്യയല്ല. തിരുസഭയുടെയും ആദിമ ക്രൈസ്തവരുടെയും പ്രതീകമാണ്. 5 അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ മഹാ അത്ഭുതം നടക്കുന്നത് ഈ ക്രൈസ്തവ ശിഷ്യരായ ശിഷ്യസമൂഹമായ തിരുസഭയിലാണ്. 5 അപ്പം, വിശുദ്ധ ബൈബിളിൽ 5-ന് വളരെയധികം പ്രാധാന്യമുണ്ട്. 5-ന് 5 ഗ്രന്ഥങ്ങളാണ് നിയമഗ്രന്ഥങ്ങളായി അറിയപ്പെടുന്നത്. മോശയുടെ പഞ്ചഗ്രന്ഥി. സങ്കീർത്തനങ്ങളെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ഉത്തമഗീതം, റൂത്ത്, വിലാപങ്ങൾ, സഭാപ്രസംഗകൻ, എസ്തേർ എന്നീ 5 ഗ്രന്ഥങ്ങൾ ഒരു ഗണമായി അറിയപ്പെടുന്നു. 5 സ്ക്രോൾസ്, മെഗില്ലോത്ത് എന്നറിയപ്പെടുന്നു. മത്തായി സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രബോധനങ്ങളെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. ബുദ്ധിമതികളും ബുദ്ധിശൂന്യകളുമായ 5 കന്യകകളാണ് മണവാളനെ എതിരേൽക്കാനായി കാത്തുനിന്നത്. 5 അപ്പം കരങ്ങളിലെടുത്ത യേശു ഏകദേശം 5000 പുരുഷന്മാരെയും അതിലധികം സ്ത്രീകളെയും കുട്ടികളെയും തീറ്റി തൃപ്തരാക്കി. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവീൻ. വിശുദ്ധ ബൈബിളിൽ ആഴ്ചകളുടെ തിരുനാൾ 50-ാം ദിവസമാണ്. 50-ാം വർഷം ജൂബിലി വർഷമാണ്. 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തി 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ചു നൽകിയ യേശു
ദൈവരാജ്യ വിരുന്നിൻ്റെ സൂചനയാണ് നൽകുന്നത്. ശിഷ്യർ സമർപ്പിച്ച 5 അപ്പവും 2 മീനും കൈകളിലെടുത്ത യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ചു. എടുത്ത് എന്ന പദപ്രയോഗം വിശുദ്ധ കുർബാന സ്ഥാപന വിവരണത്തെ അനുസ്മരിപ്പിക്കുന്നു. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയ യേശു ദൈവപിതാവിൻ്റെ അത്ഭുതകരമായ ശക്തിയെ യാചിക്കുകയായിരുന്നു. ആശീർവദിച്ച അപ്പം വിളമ്പാനായി യേശു ഫലമേൽപ്പിക്കുന്നത് ശിഷ്യന്മാരെയാണ്, അപ്പോസ്തലന്മാരെയാണ്. ശിഷ്യർ കൊണ്ടുവന്ന അപ്പം കരങ്ങളിലെടുത്ത് ആശീർവദിച്ചത് യേശുവാണ്. ഗോതമ്പ്, ചോളം, ബാർലി എന്നിവ കൊണ്ടുണ്ടാക്കിയ അപ്പമാണ് യഹൂദജനം ഉപയോഗിച്ചിരുന്നത്. യോഹന്നാൻ സുവിശേഷകൻ്റെ വിവരണമനുസരിച്ച് യേശു കരങ്ങളിലെടുത്ത അപ്പം 5 ബാർലി അപ്പമാണ്. ജനക്കൂട്ടത്തിലെ ബാലൻ്റെ കയ്യിൽ നിന്ന് ശേഖരിച്ച ബാർലി അപ്പം ശിഷ്യന്മാർ യേശുവിന് സമർപ്പിക്കുന്നു. ജനക്കൂട്ടത്തിലെ ബാലൻ സ്വർഗരാജ്യത്തിന് അവകാശിയായ വിശുദ്ധ ജനത്തിൻ്റെ പ്രതിനിധിയാണ്. ബാലൻ്റെ കയ്യിലെ ബാർലി അപ്പം കാഴ്ച സമർപ്പണത്തിനായി ശിഷ്യന്മാർക്ക് കൈമാറിയ കാഴ്ചയപ്പമാണ്. ധാന്യബലിയുടെ ഭാഗമായി ചുട്ടെടുത്ത അപ്പം കാഴ്ച സമർപ്പിക്കുക യഹൂദരുടെ പതിവായിരുന്നു. ബാലൻ്റെ കയ്യിൽ ഭക്ഷണത്തിനായി സൂക്ഷിക്കപ്പെട്ട അപ്പമാകാം കർത്തൃ പ്രാർത്ഥനയിലെ യാചനാപ്പമായി മാറിയത്. അലസതയുടെ അപ്പമോ വഞ്ചനയുടെ അപ്പമോ കണ്ണുനീരിൻ്റെ അപ്പമോ അല്ലാത്ത ഈ അപ്പം ദൈവരാജ്യത്തിലെ സമൃദ്ധിയുടെ പ്രതീകമാണ്. 2 രാജാക്കന്മാർ 25-ാം അധ്യായം 3-ാം തിരുവചനം. ഭക്ഷിക്കാൻ അപ്പമില്ലാതിരിക്കുക കഠിന ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു. ദൈവരാജ്യത്തിലെ ആതിഥേയരായ യേശുവും ശിഷ്യന്മാരും അപ്പം വിളമ്പുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാം തിരുവചനം. അപരിചിതർക്കും അതിഥികൾക്കും ആതിഥേയൻ അപ്പം വിളമ്പിയിരുന്നു. യേശു കരങ്ങളിലെടുത്ത് ആശീർവദിച്ച അപ്പം ആത്മീയ യാത്രയിലെ യാത്രാഭോജ്യമായ അപ്പമാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 14-ാം തിരുവചനം. യാത്രാമധ്യേ അപ്പമെടുക്കാൻ ആരും മറന്നിരുന്നില്ല. എന്നിട്ടും ജനക്കൂട്ടത്തിൽ ബാലൻ്റെ കയ്യിൽ മാത്രം 5 അപ്പം. ആദിമസഭയുടെ അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ മുന്നാസ്വാദനമാണ് യേശു കരങ്ങളിലെടുത്ത് ആശീർവദിച്ച 5 അപ്പം. യേശുവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്ന ദൈവരാജ്യ വിരുന്നിൻ്റെ മുന്നാസ്വാദനം. 5000 പുരുഷന്മാരും അതിലധികം സ്ത്രീകളും കുട്ടികളും ഭക്ഷിച്ച് തൃപ്തരായ 5 അപ്പം. ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന ക്രിസ്തു ശരീരത്തിലെ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. 5 അപ്പം വർദ്ധിപ്പിച്ച മഹാ അത്ഭുതം പ്രവർത്തിച്ച യേശു സ്വയം പ്രഖ്യാപിക്കുന്നത് താൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവൻ്റെ അപ്പമാണെന്നാണ്. വിജനസ്ഥലത്ത് പകൽ അന്തിയോളം ദൈവവചന ഉപാസകരായി നിലകൊണ്ട ജനതതിയെ തീറ്റി തൃപ്തരാക്കുന്ന യേശു നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് തൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. കാഴ്ചയപ്പം കൈകളിലെടുത്ത് ആശീർവദിച്ച സ്വർഗീയ അപ്പം സ്വന്തം ശരീരത്തെ നമുക്ക് ഭക്ഷണമായി തന്നു. യേശു ആരാണ് എന്ന ഹെറോദേസിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യേശു 5 അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ മഹാത്ഭുതം. തൻ്റെ ജനത്തെ അത്ഭുതകരമായി പഠിപ്പിക്കുന്ന മെസ്സിഹായെക്കുറിച്ച്
തിരുഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളവയുടെ എല്ലാം നിവൃത്തിയാണ്. തൻ്റെ ജനത്തിന് ഭക്ഷണം കൊടുക്കണമെന്ന് ശിഷ്യരോട് ആവശ്യപ്പെട്ട യേശു അവർക്ക് പൗരോഹിത്യത്തിൻ്റെ മേലങ്കി നൽകി. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്തിന് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യരായി അവരെ ഉയർത്തി. ദൈവജനത്തിൻ്റെ കയ്യിലെ കാഴ്ചകൾ യേശുവിന് സമർപ്പിക്കുന്നവരാണ് ശിഷ്യർ. സ്വർഗരാജ്യത്തിന് അവകാശിയായ നിർമ്മല ശിശു എന്നെണ്ണപ്പെട്ട ജനമധ്യത്തിലെ ബാലൻ്റെ കൈവശം സൂക്ഷിക്കപ്പെട്ട ബാർലിയപ്പം ദൈവജനത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പ്രതീകമായ കാഴ്ചയപ്പമാണ്. യേശുവിൻ്റെ കരങ്ങളിൽ എടുക്കപ്പെടുവാനും ആശീർവദിക്കപ്പെടുവാനുമായി നിർമ്മല കരങ്ങളിലെ നിർമ്മല നൈവേദ്യങ്ങളായി നമ്മൾ മാറണം. നാം നമ്മെ തന്നെ നിർമ്മല കാഴ്ചകളായി സ്വയം സമർപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ മഹാ അത്ഭുതങ്ങൾക്ക് നമ്മൾ സാക്ഷികളാകും. യേശു കരങ്ങളിലെടുത്ത് ആശീർവദിച്ച അപ്പം വിളമ്പാൻ അപ്പോസ്തോലന്മാരെ ഫലമേൽപ്പിച്ചു. ദൈവവചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനത്തിന് ദൈവരാജ്യ പ്രഘോഷണം കഴിഞ്ഞെത്തിയ അപ്പോസ്തോലന്മാർ തന്നെ ആശീർവദിച്ച അപ്പം വിളമ്പുന്ന ദിവ്യകാരുണ്യ കാഴ്ച. ഒരു പവിത്ര കർമ്മം എന്ന വണ്ണം യേശു താൻ ആശീർവദിച്ച അപ്പം വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ദൈവരാജ്യ പ്രസംഗത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അപ്പം തൃക്കരങ്ങളിലെടുത്തതും ആശീർവദിച്ചതും വിളമ്പിയതും ദൈവരാജ്യ വിരുന്ന് ആസ്വദിച്ചതും. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി എന്ന വിവരണം ദൈവിക വാഗ്ദാനങ്ങളുടെ നിറവേറലിനെയും ദൈവരാജ്യ വിരുന്നിൻ്റെ സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. ബാക്കി വന്ന അപ്പക്കഷണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിക്കുന്ന 12 അപ്പോസ്തോലന്മാർ. ഈ 12 അപ്പോസ്തോലന്മാരെ അടിസ്ഥാനമാക്കിയാണ് യേശു യഥാർത്ഥ ഇസ്രായേലിനെ പുനഃസംഘടിപ്പിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 30-ാം തിരുവചനം: നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യും. 12 കുട്ട നിറയെ അപ്പോസ്തോലന്മാരാൽ ശേഖരിക്കപ്പെട്ട ബാക്കി വന്ന അപ്പം ഇനിയും ദൈവരാജ്യത്തിലേക്ക് യഹൂദരിൽ നിന്നും വിജാതീയരിൽ നിന്നും കൂട്ടിച്ചേർക്കപ്പെടാനിരിക്കുന്നവർക്കുള്ളതാണ്. അന്ത്യത്താഴത്തിലെയും എമ്മാവൂസിലെയും അപ്പം മുറിക്കലിൻ്റെ മുൻകുറിയാണ് 5 അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ മഹാ അത്ഭുതം. അപ്പം വർദ്ധിപ്പിക്കൽ ശുശ്രൂഷയിൽ യേശുവും ശിഷ്യന്മാരും ചെയ്തതെല്ലാം വീണ്ടും സംഭവിക്കുന്ന മഹാ അത്ഭുതമാണ് വിശുദ്ധ കുർബാന. യേശു തൻ്റെ ദൈവരാജ്യ ശുശ്രൂഷ പൂർത്തിയാക്കിയത് വിജനപ്രദേശത്ത് വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തെ അപ്പവും മീനും വർദ്ധിപ്പിച്ചു നൽകി തൃപ്തരാക്കിയാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ പൂർത്തിയാക്കിയത് അപ്പം തൻ്റെ ശരീരമായും മുന്തിരിയുടെ ഫലം തൻ്റെ രക്തമായും നൽകി കുരിശിൽ ആത്മബലി അർപ്പിച്ചുകൊണ്ടാണ്. അപ്പോസ്തോലന്മാരുടെ ദൈവരാജ്യ പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും പൂർണ്ണമായത് യേശു ആശീർവദിച്ച് മുറിച്ചു നൽകിയ അപ്പം ദൈവജനത്തിന് വിളമ്പിയാണ്. സഭയുടെ സകല ശുശ്രൂഷകളും സേവനങ്ങളും പൂർണ്ണമാകുന്നത് വിശുദ്ധ കുർബാനയിലാണ്. ദൈവജനത്തിൻ്റെ വിശുദ്ധ സമ്മേളനത്തിൻ്റെയും തിരുനാളുകളുടെയും
കൂടിവരവുകൾ ദൈവവചന പ്രഘോഷണത്തിൻ്റെയും അപ്പം മുറിക്കലിൻ്റെയും ദൈവരാജ്യ ശുശ്രൂഷയുടെയും ഒന്നുചേരലുകളാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസ്സത്തെയും ഒരുമയും നിലനിർത്തുന്നതിന് ദൈവരാജ്യ ദൗത്യ നിർവഹണത്തിലെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകുന്നതിന് ഈ തിരുക്കർമ്മത്തിൻ്റെ പരിഭാവനത നമുക്ക് കാത്തു സൂക്ഷിക്കാം. കടന്നു വരുന്ന മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖാന തിരുനാൾ വിശുദ്ധ ബലിപീഠത്തിന് ചുറ്റുമുള്ള ഈ അനുഗ്രഹീത കൂടിവരവിൻ്റെ വേദിയായി ഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.